ട്രഡേഴ്സ് ഞാൻ ഒരു ട്രേഡ് എടുത്തായിരുന്നു. ട്രഡേഴ്സ് താഴോട്ട് വരുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. പുള്ളി നോക്കിയാട്ടെ. 500 ലോസ് ആയിരുന്നു. 200 ക്വാണ്ടിറ്റി 250 ക്വാണ്ടിറ്റി കുറവാണ് കാണിക്കുന്നത്. 50 ക്വാണ്ടിറ്റി പോകുന്നു. രാത്രിയുടെ മേലുണ്ട് ഒരു നല്ല കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തായാലും അപ്രീസിയേറ്റ് ചാൻസ് ഉണ്ട്. ജസ്റ്റ് മാർക്കറ്റ് മനസ്സിലാകാത്ത രീതിയിലാണ് ട്രെൻഡ് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഇവിടെ വന്ന ട്രേഡ് ഇപ്പോൾ ട്രേഡ് അതിന് പോർട്ടിൽ എടുത്താക്കുന്നുണ്ട്. ഒരു പോയിന്റ് എടുത്താലോ നിഫ്റ്റി നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട്. എടുക്കുന്നില്ല. 2.9 നോക്കാം. 150 രൂപ ബൂസ്റ്റ് വരുമ്പോൾ ഇവിടെ നല്ല ക്വാണ്ടിറ്റി പ്ലാൻ ചെയ്യും. 28 ക്വാണ്ടിറ്റി 7.53 83 എൻട്രി കിട്ടിയിട്ടുണ്ട്. എൻട്രി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. എന്തായാലും അടിച്ചിട്ട് കിട്ടി 182. ഒരു ട്രേഡ് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ എന്താണ് അവസ്ഥ? നിഫ്റ്റിയിൽ രൂപയുടെ ഏകദേശം ഒരു ട്രേഡ് പറഞ്ഞാൽ രാത്രി നമുക്ക് ട്രേഡ് ക്വാണ്ടിറ്റി ബൈ ചെയ്തത് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഫസ്റ്റ് ട്രേഡ് എടുക്കാം. ഓക്കെ, അതാണെങ്കിൽ എൻട്രി എടുത്താൽ ഓൾമോസ്റ്റ് ഒരു പോയിന്റ് 682 ഹൺഡ്രഡ് ഞാൻ ഹിൻഡാൽ കോഡ് അത് ക്യാൻസൽ ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഡാനിയിൽ പ്ലാൻ ചെയ്യുന്നു. റിജക്ഷൻ പ്ലോട്ട് പോകുന്ന രണ്ട് മിസ്സാണ് എനിക്ക് എടുത്തേക്കാം. നിഫ്റ്റി നല്ലൊരു ഫോളോ ആണ്. 250 2.5 സ്റ്റോപ്പ് ലോസ് പ്ലീസ്. നമ്മുടെ ഓക്കെ എടുക്കാം. ടാർഗറ്റ് 50 നിഫ്റ്റി നിഫ്റ്റി അയക്കുന്നു. 20 കൊടുത്തു. 62 കിട്ടുമോന്നറിയില്ല. കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, വേറൊരു കണ്ടിട്ട് അടിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. താഴോട്ട് വന്ന് എൻട്രി ആയിട്ടാണ്
ചാൻസ് ഉണ്ട്. ട്രെൻഡ് തന്നെയാണ് എപ്പോഴും ഇവിടെ ഉണ്ടാകത്തുള്ളൂ. ഇന്നത്തെ ട്രേഡ് ഇനി നേരെ എടുക്കുന്നില്ല. സ്റ്റോപ്പ് അടിച്ചാലേ നടത്തും ട്രേഡ്. ഒരു എൻട്രി തരാണ്ട് പോകുമോ എന്ന് നോക്കാം. നല്ല റിജക്ഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിൽ JSW എൻട്രി എടുക്കും. കറക്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1192 നല്ലൊരു പോയിന്റ് കിട്ടും. 15 പോയിന്റ് ഓൾമോസ്റ്റ് കേട്ടിട്ട് കിട്ടിപ്പോയി. ഒരു 5 പോയിന്റ് വന്നിട്ട് റിസ്ക്കാണ്. ഒരു നിഫ്റ്റി ഈ ഒരു പോയിന്റ് വരെ വന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. സീനില്ല. ലോസ് റിക്കവർ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സീറോയിലായിട്ടുണ്ട്. പ്രോഫിറ്റാണ് എനിക്ക് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാം. 2 ഡേയ്സ് റിസ്ക് എടുക്കുന്നില്ല. വെള്ളിയാഴ്ച കണ്ടിട്ട് ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നു. നിഫ്റ്റി നല്ല ഞാൻ പറഞ്ഞു ഇന്ന് അപ്റ്റൻഡാണ്. എൻ്റെ അതിങ്ങനെ പറഞ്ഞില്ല ഇതിൽ അദാനി ഗ്രീൻ നല്ലൊരു അപ്റ്റൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ ട്രേഡേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. എക്സിറ്റ് അടിക്കുന്നില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഒരു 12 പോയിന്റ് വരെയൊക്കെ 15 പോയിന്റ് വരെയൊക്കെ ഹോൾഡ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഓക്കെ ഗുഡ്. അദാനി ഗ്രീൻ കാണിച്ചാൽ മിക്കവാറും സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ട്രേഡേഴ്സ് നോക്കാം. വരുന്നുണ്ട്. ഒരു 400 പോയിന്റ് ഒക്കെ പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. ഓക്കെ നമ്മുടെ അദാനി ഗ്രീൻസിലായിരുന്നെങ്കിൽ നല്ലൊരു ടാർഗറ്റ് മതി. നമുക്ക് ഇവിടെ എന്തായാലും ഞാൻ എക്സിറ്റ് അടിക്കും ഈ ടാർഗറ്റിൽ. നിഫ്റ്റി താഴോട്ട് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ക്യാൻഡിൽ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അദാനി ഗ്രീൻസ് ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് അടിച്ച് എക്സിറ്റ് അടിക്കും. അതൊരു വോളറ്റിലാണ് ട്രെൻഡ് കാണിക്കുന്നത്. എക്സിറ്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അദാനി ഒരു അക്കൗണ്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ബ്രോ. ഓക്കെ നല്ലൊരു പ്രൊജക്ഷൻ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ് ട്രെൻഡിലോട്ട് തന്നെ ചാൻസ് ഉണ്ട്. ഹോൾഡ് ചെയ്യാം. എനിക്ക് എത്ര പോയിന്റ് പോയി?
എൻട്രി കിട്ടിയില്ല ട്രേഡേഴ്സ്. അപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് പെട്ടെന്ന് ടാർഗറ്റ് അടിച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ട്രേഡേഴ്സ്, നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ എക്സിറ്റ് അടിച്ചാലൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന തെക്കോട്ടെ. നമ്മൾ എന്തായാലും ഓൾറെഡി മാർക്കറ്റിന് ഒരു എമൗണ്ട് കൊടുക്കാൻ നമ്മൾ ഓക്കെ ആയിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 600 റേഞ്ച് ഒക്കെ പോകാൻ ചാൻസ്. അപ് ട്രെൻഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് കാണിക്കാൻ അടുത്തത് നിഫ്റ്റിയുടെ അപ് ട്രെൻഡ് കാണിച്ചു തുടങ്ങി. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് വരെ ഈ റെസിസ്റ്റൻസിൽ തട്ടി ചിലപ്പോൾ താഴെ വരാൻ ചാൻസുണ്ട്. അതാണ് ടാർഗറ്റ് അടിച്ചില്ലെങ്കിൽ പെട്ടു. നല്ല മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതാണ് ഡൗൺ ട്രെൻഡിലോട്ടാണ് കാണിക്കുന്നത്. ഏകദേശം നമുക്ക് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും പെട്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി അപ് ട്രെൻഡ് പോയിട്ട് അതാണെങ്കിൽ ഒരു അനക്കമില്ല. ഈ ക്യാൻഡില് ഫോർമേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെയ്യാം. ലോ ബ്രേക്ക് ചെയ്ത എടുക്കാണ്ട് പോകുമെന്ന് തോന്നുന്നു. ഏകദേശം എക്സിറ്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ടുഡേയ്സ്. നമുക്ക് മിക്കവാറും സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ടുഡേയ്സ്. കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ 'ക്വാണ്ടിറ്റി' ആഡ് ചെയ്യുന്നുണ്ട്. സെല്ലേഴ്സ് കയറി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ പറയാം. റെഡി എൻട്രി കിട്ടി ഇത്രയും വരുന്നു. 93 ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. 91 സ്റ്റോപ്പ് ലോസ്. തൊണ്ണൂറ്റി 91 91.50.
ഓക്കെ ഗുഡ്. നിഫ്റ്റിയിൽ അപ്ഡേറ്റ് കാണിക്കേണ്ട ഒരു ലക്ഷ്യമില്ല. ഓൾമോസ്റ്റ് എൻ്റെ ഒരു 11 പോയിന്റ് 12 പോയിന്റ് വെച്ച് 12 പോയിന്റ് വരുന്നത്. ഇത്ര നമ്മൾ ആയിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് അദാനിയിലേക്ക് നമ്മൾ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞു. ഇത് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ട്രെൻഡ് ആവാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. 200 കുറച്ച് കവർ ചെയ്യുന്നുണ്ട്. നേരത്തെ എടുത്ത ഫസ്റ്റ് ഡൽക്കോയിട്ട്, പക്ഷെ അത് നോക്കി ഡൽക്കോ നല്ല അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15 പോയിന്റ് ആണ് നമ്മുടെ മിസ്സായിട്ടുണ്ട്. 15 ഇല്ലെങ്കിൽ ഇവിടെ വരെ കിട്ടുന്നുണ്ട്. എത്ര പോയിന്റ് വരും? 10 പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കയറി നമുക്കിപ്പോൾ നിഫ്റ്റി താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എക്സിറ്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. വോളിയം നല്ല റിജക്ഷൻ ക്യാമ്പിൽ പോകുന്നത്. അതെ, അതൊരു അപ് ട്രെൻഡ് തന്നെയാവാൻ ചാൻസ്. സെല്ലേഴ്സ് മാർക്കറ്റ് ആയിരുന്നു. സെല്ലേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടുന്നുണ്ട്. എക്സിറ്റ് അടിക്കുന്നതായിരിക്കും ബെറ്റർ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കാര്യമില്ല. അടിച്ചെടുക്കാം. നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ തന്നെയാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കും കേട്ടോ, ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ട്രേഡ് ഉണ്ടാകുന്നില്ല. ഇനിയിപ്പം പുതിയൊരു ട്രേഡ് എടുക്കില്ല. നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ 1119 എക്സിറ്റ് എടുക്കും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് 1205 എക്സിറ്റ് എടുക്കും. നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. ഓക്കെ, ടുഡേ നല്ലൊരു വോളറ്റിൽ ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അറിയില്ലാതെ രജിസ്ട്രേഷൻ അടിച്ച് താഴത്ത് വരികയാണ്.